അങ്ങനെ നാളെ മലയാള മാസം 1-ാം തീയതിയാണ്, കർക്കിടകത്തിലെ അല്ലേ. അപ്പോൾ ഇന്ന് സംക്രാന്തിയുടെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മിക്ക വീടുകളിൽ ഇത് അപൂർവമായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ മിക്ക വീട് എന്നീ പറഞ്ഞാലും ഒരുവിധം വീടുകളിൽ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിൽ ഇത് എന്തായാലും 2-3 ദിവസം മുന്നേ നേരത്തോടു കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജനലും വാതിലുകളൊക്കെ കഴുകലും പാത്രങ്ങൾ വൃത്തിയാക്കലും ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ചില വീട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തായാലും ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അതിനു വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് രാത്രി ഒരു 8 മണിയോട് കൂടിയിട്ടാണ് അച്ഛൻ ഇതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാതും കൂടി നമ്മൾ എല്ലാ പൊടിപടലങ്ങളും കൂടി കുക്കറിലേക്കാണ് പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. കാരണം മക്കൾ ഉറങ്ങുമ്പോഴത്തേനും ഇത് കൊടുക്കും വേണം, പിന്നെ നമുക്കിത് വെച്ച് കൊടുക്കുന്ന ഒരു സമയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചെയ്യും വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഇതൊക്കെ കുക്കറിൽ കായം പരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടിപടലങ്ങളെല്ലാം കൂടി അതിലേക്ക് തട്ടി സബോളയും തക്കാളിയൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോസ് ഞാൻ ഉടനടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി പെട്ടെന്ന് ചെയ്ത് അതിന് ശേഷം നമ്മൾ കായം വരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വറക്കാൻ വേണ്ടി കുറച്ച് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം, കറി വെച്ചതിനേക്കാൾ അവർ കൂടുതൽ കഴിക്കുക ചിക്കൻ വറുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വറക്കാൻ വേണ്ടി കുറച്ച് വേഗം കായൊക്കെ പറ്റി വെച്ചിട്ട് വേഗം വറുത്ത് കൊടുത്തു. അതിന് ശേഷം ഇതൊക്കെ വറക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചുകൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ കുക്കറിൽ കറിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കുറച്ച് കറി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറ് ഇട്ടിട്ട് അവർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ചോറ്, കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ആ ചോറ് ഉരുളയ്ക്ക്. അപ്പോൾ എന്തായാലും നാളെ കർക്കിടക മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു മാസമാണ് നാളെ. അമ്പല ദർശനത്തിനൊക്കെ നടത്താൻ പറ്റിയ നല്ലൊരു മാസം കൂടിയാണ് കേട്ടില്ലേ. പിന്നെ ആയുർവേദ ചികിത്സയ്ക്കും പറ്റി, പിന്നെ ഔഷധക്കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ പറ്റിയതും എല്ലാം കൊണ്ടും നല്ലൊരു മലയാള മാസമാണ് നാളെ രാമായണ മാസം ആരംഭിക്കുന്നതും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു. അങ്ങനെ ഞാനിത് ഒരു പിടി ചോറുരുള തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെച്ചുകൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ പാറക്കുട്ടിയാണ് ഏറ്റവും അവസാനം വന്നത് എന്നൊരു പിടി ഉരുള കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി സാമ്പാർ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ചിക്കനെ കുറച്ച് പെരട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോസും കൂടി നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ചിക്കൻ വറുത്തതും ചിക്കൻ പെരട്ടും മറ്റു സാമ്പാറും പിന്നെ നമ്മൾ റേഷനരി ചോറ് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.